എൻ്റെ പേര് ലിൻസി. ഞങ്ങള് ബോംബെയിൽ നിന്നാണ് വരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരു 22 വർഷം മുന്നേ എൻ്റെ തൊണ്ടയില് തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യായിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് 51 വയസ്സുണ്ട്. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അന്ന് അത് അവര് പറഞ്ഞതനുസരിച്ച് ഞാൻ അത് കളയുമായിരുന്നെങ്കിൽ അന്ന് തൊട്ടേ ഞാൻ മെഡിസിൻ എടുക്കണമായിരുന്നു. പക്ഷെ എന്റെ ഒരു ധൈര്യത്തില് ഞാൻ അത് ചെയ്തില്ല. അപ്പൊ ഇതിൽ ഒരു പ്രധാന കാര്യം ഇതാണ്, ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്ന എല്ലാ സാധനങ്ങളും ചെയ്ത് കളയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എന്റെ ജീവിതത്തില് ഇത്രയും കാലം കൊണ്ട് ഞാൻ പറയാണ്. ഇപ്പം അതിന്റെ സൈസ് കുറച്ച് കൂടുന്നുണ്ടായിരുന്നു. ഇവിടെ വരുന്നതിന്റെ കുറച്ച് മുന്നേ സോണോഗ്രാഫി ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ സൈസില് ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ഇപ്പം ഇത്രയും ദിവസം കൊണ്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ഇത് എനിക്ക് കുറച്ച് ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ആ ഒരു കട്ടിപ്പ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഉറങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. ഇവിടെ വന്ന ആദ്യത്തെ 2 ദിവസത്തില് ആ സെയിം സ്റ്റേജ് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് എന്റെ ഉറക്കം ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എന്റെ ഹസ്ബൻഡിന്റെ കാര്യമാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 31 വർഷമായി. നല്ല രീതിയിൽ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ഒരാളാണ്. അടുത്ത് കിടക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊരു ഗുഡ്സ് ട്രെയിനിന്റെ അടിയിൽ കിടക്കുന്ന ഫീലൊക്കെയാണ് തോന്നുന്നത്. അത്രയും കൂർക്കം വലിക്കുന്ന ഒരാളാണ്. അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ വന്ന് നമ്മുടെ ഓഡിറ്റോറിയത്തിലത്തെ ഫസ്റ്റ് ഡേ അന്ന് രാത്രി തൊട്ടിട്ട് കൂർക്കം വലിച്ചിട്ടില്ല. അത് കൂടാതെ ഒരുപാട് മസിൽ ക്രാമ്പ് ഉണ്ടാവാറുണ്ട് ആൾക്ക്. രാത്രിയിൽ പലപ്പോഴും എണീറ്റ് ഇരുന്നിട്ട് ഒരുപാട് സമയം ആൾക്ക് ഉറങ്ങാൻ പറ്റാതെ ഇരിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഒരു പ്രാവശ്യം പോലും മസിൽ ക്രാമ്പ് ഉണ്ടായിട്ടില്ല. വളരെ സുഖമായിട്ടാണ് ഉറങ്ങുന്നത്. ഒരു 12 ഗുളികകളോളം ആള് ദിവസം കഴിക്കാറുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞാനും എന്റെ ഹസ്ബൻഡും ഒരു മെഡിസിനും എടുക്കുന്നില്ല. അതിൻ്റെതായി യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല. അപ്പം ഇതൊരു വലിയ റിസൾട്ട് തന്നെയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞാൻ ഇതുവരെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ രക്തം ലൂസാവുന്ന ഗുളികയെല്ലാം കഴിച്ചിരുന്നു. ആ ഗുളിയൊന്നും ഇപ്പൊ കഴിക്കുന്നില്ല. ഇതിലെ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ കാരണം ഈ പ്രഷറിന്റെ ആണ്. കാരണം ഒരു നേരം തെറ്റാൻ പറ്റൂല. അത് 4-5 ദിവസമായിട്ട് കുടിക്കുന്നില്ല. അപ്പൊ അതന്നെ വലിയ റിസൾട്ടാണ്. ഒരു പല്ലുവേദന ഉണ്ടായെന്നല്ലാതെ ഒഴികെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഗുളിക ഇതുവരെ കഴിച്ചില്ല. വേറെ ചെറിയ പ്രശ്നത്തിന് ഗുളിക കഴിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ള പ്രശ്നങ്ങൾക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ഗുളിയെല്ലാം നിർത്തിയിരിക്കണം. ഏതായാലും നല്ല ചികിത്സയാണ്. എനിക്കൊരു 2001 അമൃത ഹോസ്പിറ്റലിൽ നട്ടൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ആളാണ്. ഞാനൊരു 4 പ്രാവശ്യം MRI സ്കാൻ ചെയ്തിട്ടുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ എനിക്ക് കിടക്കാൻ പറ്റില്ല. കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയും ഭയങ്കര കാലുവേദനയൊക്കെ ആയിരുന്നു. ഇവിടെ വന്നതിനൊക്കെ എനിക്ക് പടലി വേദന, 2 കൈ തോളിന് ഭയങ്കര വേദന. എനിക്ക് ചെറിയ ഈ ഫുഡിന്റെ പരിപാടിയാണ്. വീശപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്. വീശപ്പം ഇങ്ങനെ ചുറ്റിയെടുക്കണം. അപ്പൊ എനിക്ക് 2 കൈക്കും ഭയങ്കര വേദന എന്ന് വെച്ചാൽ ഭയങ്കര വേദന. ചെയ്യാനേ പറ്റും. ചിലപ്പോൾ മണിക്കൂറോളം ഇരുന്ന് കിട്ടും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കൈവേദന, പടലി വേദനയൊക്കെ എനിക്ക് മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഗ്യാസ് എന്ന് വെച്ചാൽ ശർക്കര തരട്ട ഒരു സാധനങ്ങളും കഴിക്കാൻ പറ്റത്തില്ല. പുട്ട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. നെഞ്ചു ഭയങ്കരമായിട്ടായിരിക്കും. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആ കടയിൽ നിന്ന് ഡെയിലി 2 ഇലയപ്പം കഴിക്കും. രാവിലെ ഇലയപ്പമാണ്, 2 ഇലയപ്പം കഴിക്കുന്നത്. പക്ഷെ ഇതുവരെ എനിക്ക് ആ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത് എന്റെ ഭാര്യയാണ് ഇരിക്കുന്നത്. 2018 നവംബർ 18-ാം തീയതി എമറേജ് വന്നതാണ്. തലയിലെ നരമ്പ് പൊട്ടിപ്പോയി 36 ദിവസം ICU കിടന്നാണ്. ഒരുപാട് അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. ഒരുപാട് ഇതുപോലെ മെസ്സേജ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ എങ്ങൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ വന്നതിനൊക്കെ അയാളുടെ കൈ ചെറുതായിട്ട് മൂരുന്നുണ്ട്. മറ്റേ നമ്മൾ ഈ മടങ്ങി ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ വലിച്ചു വിട്ടാൽ റബ്ബർ പോലെ തിരിച്ചു വരും. ഇപ്പൊ പക്ഷെ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സഹായം കൊണ്ടും പൂർണ്ണമായും മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഞങ്ങളിത് നിർത്തുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, ഭാര്യ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. അതെനിക്ക് മാറിക്കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് സാർ എന്തായാലും മാറ്റി തരുമെന്ന് എൻ്റെ പ്രതീക്ഷ. അതിനുവേണ്ടി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറിന് ആയുസ്സും ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി. പിന്നെ അതുപോലെ ഒരു കാര്യം പറയാൻ വന്നത്, ഇയാൾ 2 നേരം ഇൻഹേലർ വലിക്കുന്ന ആളായിരുന്നു. ഇയാൾക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു ബുദ്ധി. ഞാൻ വിവാഹം കഴിക്കുന്ന കാലം മുതലേ ഈ വിമർശത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് മുതലേ ഇൻഹേലർ ഉപയോഗിക്കുന്ന, ഇവിടെ വന്നതിനൊക്കെ ഇതുവരെ ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രഷറിന്റെ മരുന്നും വന്നു പോലെ കഴിക്കുന്നു. ഞാൻ റിസൾട്ട് കിട്ടിയ കൈ പൊക്കാൻ പറഞ്ഞ കൂട്ടത്തില് കൈ പൊക്കാതിരുന്ന ആളാണ് ഞാനും എൻ്റെ വൈഫും 2 സഹോദരിമാരും. തിങ്കളാഴ്ച ഗ്ലാസ്സിൽ വന്ന് ഗ്ലാസ് കയറ്റു. ഈ പറഞ്ഞ
നിസാർ സാറിന്റെ ആദ്യത്തെ അവിടുത്തെ അവതരണമൊക്കെ കേട്ടപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു സാർ റഫാണല്ലോ എന്നൊക്കെ കേട്ട ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അന്ന് ഹീലിംഗ് എല്ലാം നടന്നു. ആ വന്ന ദിവസം ആ ഹീലിംഗിന് ശേഷം സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് 4 പേർക്കും ഒരു മാനസികമായിട്ട് നല്ല സന്തോഷമായിരുന്നു. എൻ്റെ ഒരു സഹോദരി എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ പിന്നെ 2 ദിവസത്തേക്ക് പിന്നെ നോക്കണ്ട, ആൾ എണീക്കത്തില്ല. ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ അമ്പലപ്പുഴയിൽ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഹീലിംഗ് എല്ലാം കഴിഞ്ഞ് കയറിയിരുന്നു. അന്ന് രാത്രിയാണ് ഒരു മരണം, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മരണപ്പെട്ട സംഭവം ഉണ്ടായി. അപ്പൊ അതിന് പോകേണ്ട, നിർബന്ധമായിട്ട് പോകണം. ആ 10 കിലോമീറ്റർ അധികം സഞ്ചരിക്കാത്ത സഹോദരി തയ്യാറായി പിറ്റേ ദിവസം വെളുപ്പിനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആ അമ്പലപ്പുഴയിൽ നിന്ന് ഇവിടെ വരെ വരികയും പിറ്റേ ദിവസം തന്നെ വെളുപ്പിന് തിരിച്ചു 100ഓളം കിലോമീറ്റർ സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ സഞ്ചരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു റിസൾട്ട്. പിന്നെ പുള്ളിക്കാരിക്ക് ഈ പറഞ്ഞ നടുവേദനയും ഗ്യാസും അങ്ങനെ ഒരുപാട് പലവിധ അസുഖങ്ങളുണ്ടായിരുന്നു. പറഞ്ഞതും പറയാത്തതുമായ പല അസുഖങ്ങളുണ്ട്. അതിലൊക്കെ കുറെ റിസൾട്ട് മാറിയിട്ടുണ്ടെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. അതുപോലെ മറ്റൊരു എൻ്റെ വേറൊരു സഹോദരിയും വൈഫും രാത്രി കിടന്നുറങ്ങുമ്പോൾ കൈ ഇങ്ങനെ യാദൃച്ഛമായിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് ഇരുന്നതിന് ശേഷം കൈ തടവി മൂത്ത് കുറച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇവർക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ, നടക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സ്ഥിതിക്ക് അവർക്ക് വ്യത്യാസം വന്നു. പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ എനിക്ക് 5+ ഒരു തവണ ചെയ്തിട്ടുണ്ട്. ഷുഗറിന് കൊളസ്ട്രോളിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ അടുത്ത സമയത്ത് ഈ കാലിനൊരു വേദന അങ്ങനെ ഇത് വന്ന്, അതുകൂടാതെ ഷുഗർ കൂടിയതാണോ എന്തോന്ന് അറിയില്ല, കാലിന് സൂചി കുത്തുന്ന പോലെയും കണ്ണിനുമൊക്കെ ആ സംഭവം ഉണ്ടായിരുന്നു. കാഴ്ചയ്ക്കും കുറവ് വന്നു. ഞാനതിന് അലോപ്പതി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കൂടെ വന്ന കൂട്ടത്തിലാണ് ഞാനും ഡോക്ടറെ ഇവിടെ സാറിൻ്റെ ഇന്ന് അഡ്മിറ്റ് ചെയ്തത്. അപ്പം ഞാൻ ആ മരുന്ന് അതേപടി ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ കഴിച്ചുകൊണ്ടിരിക്കുകയില്ലായിരുന്നെങ്കിൽ തന്നെയും അപ്പം വീട്ടിൽ ചെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ക്രമീകരണങ്ങളുണ്ട്. ഒരു ഗുളിക കഴിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് ആഹാരം കഴിക്കാവുള്ളൂ, അങ്ങനെയൊക്കെ. ആ ചിട്ടയ്ക്കൊക്കെ കുറേ വ്യത്യാസം വന്നെങ്കിലും ഈ സൂചി കുത്തുന്ന ആ ഒരു രീതിക്ക് എനിക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ആകെ 4 ഹീലിംഗ് ചെയ്തിട്ടുള്ളൂ. തിങ്കളാഴ്ച വന്നു, ചൊവ്വായും ബുധനും ഈ പറഞ്ഞ പോലെ മരണമായിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. വ്യാഴാഴ്ച വന്നു, വെള്ളിയാഴ്ച ട്രീറ്റ് ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് ഒന്നെടുത്തു, വെള്ളിയാഴ്ച ഇന്നലെ 2 ഉണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇടുമ്പോൾ ഈ പറഞ്ഞാൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഡിസ്റ്റൻസിൽ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് രണ്ടാമതും തിരിച്ചു വന്നത്. ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്തേനെ. ഇന്നലെയും ഞങ്ങൾ 4 പേരുള്ളതിൽ ചിലർക്ക് ഈ ഡിസ്റ്റൻസിനോട് താല്പര്യം ഇല്ലാതെ വന്നു. എങ്കിലും ഞാൻ പറയുന്നു, ഇപ്പം ഡോക്ടറെത്തി ചോദിച്ചിട്ട് നമുക്ക് ഇന്ന് വീട്ടിൽ പോകാം, പോയിട്ട് ഇനി ബാക്കിയുള്ളത് വീട്ടിൽ ഇരുന്ന് ചെയ്യാമെന്ന് പറയും. അപ്പം വന്നതിൽ നല്ല വ്യത്യാസമുണ്ട്. അത് നിങ്ങളെ അറിയിക്കുകയാണ്.